വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നലെ പഠിച്ച പോലെ തന്നെ കുറച്ച് വലിയൊരു സ്റ്റോറി രൂപത്തിലുള്ള ഒരു സെൻറ്റൻസ് തന്നെയാണ്. സ്റ്റോറി മീൻസ് നമുക്ക് ആവശ്യമുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നല്ല കമൻസ് വന്നിട്ടുണ്ട്. അതുപോലെയുള്ള സെൻറ്റൻസുകൾ ചെയ്യാവോ, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും വളരെ സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. നമുക്കറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക എന്നുള്ളതാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. അത് നമ്മൾ പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഇപ്പോൾ നമ്മൾ കിച്ചണിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ജസ്റ്റ് ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പറഞ്ഞു നോക്കുക. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് അറിയുന്ന രൂപത്തിൽ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഉണ്ടാക്കുന്ന സെൻറ്റൻസുകളാണ് ഞാനും ഈ കാണുന്നതൊക്കെ കേട്ടോ. അപ്പം ഇന്നും നമുക്ക് അതുപോലെയുള്ളൊരു സെൻറ്റൻസ് നോക്കാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. പിന്നെ മുമ്പത്തെ വീഡിയോസ് കാണാതെ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് മുന്നത്തെ എല്ലാ വീഡിയോസും ഒന്ന് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രാമറിൽ വീക്കാണെങ്കിൽ നമ്മുടെ ഗ്രാമർ ക്ലാസ് ഉണ്ട്, ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ടെൻസസ് ആണ് അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ സെൻറ്റൻസ് എന്താണെന്ന് നോക്കണ്ടേ? ഇതേ കണ്ടില്ലേ? ഷെറീനക്ക് ഫീസ് കൊടുക്കാൻ പണം തികയാതെ വന്നപ്പോൾ അവൾ സുഹൃത്തിനോട് ചോദിച്ചു. പക്ഷേ അവളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ പകുതി കാശേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് അവളുടെ സഹോദരി അവളെ വിളിച്ചത്. ഓക്കെ, അവൾ സഹോദരിയോട് കാശ് ചോദിച്ചപ്പോൾ ശരി, ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എന്ന് അവൾ പറഞ്ഞു. സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ് അല്ലേ? കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ പോലും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ്. നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, ചോദിക്കാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് സ്വയം ഒന്ന് പറഞ്ഞു നോക്കൂ. സെൻറ്റൻസ് മനസ്സിലായോ? ഷെറീനക്ക് ഫീസ് കൊടുക്കാൻ പണം തികയാതെ വന്നപ്പോൾ അവൾ ആരോട് ചോദിച്ചു? അവളുടെ സുഹൃത്തിനോട് ചോദിച്ചു എന്നാണ്. അതെങ്ങനെ പറയാമെന്ന് നോക്കാം. ഷെറീനക്ക് ഫീസ് കൊടുക്കാൻ പണം തികയാതെ വന്നപ്പോൾ, പോൾ എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ വെൻ ഷെറീന അല്ലേ, വെൻ ഷെറീന ഇവിടെ തികയാതെ വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ അത്രയും കാശ് ഇല്ല എന്നല്ല അവിടെ പറയുന്നത്, നെഗറ്റീവാണല്ലോ. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? പാസ്റ്റുമാണ്. വെൻ ഷെറീന ഡിഡിൻറ്റ് ഹാവ് അല്ലേ, ക്യാഷ് ഇല്ല എന്നാണ്. അപ്പം തികയാതെ വന്നപ്പോൾ എന്ന് പറയുമ്പം നമുക്കവിടെ മതിയാകാത്ത അങ്ങനെ ഒരു മീനിങ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെൻ ഷെറീന ഡിഡിൻറ്റ് ഹാവ് ഇനഫ് അല്ലേ, ഡിഡിൻറ്റ് ഹാവ് ഇനഫ് മണി. എന്തിനു വേണ്ടിയിട്ട്? ഫീസ് അടയ്ക്കാൻ, ടു പേ. ഓക്കെ, to pay the fee. അപ്പോൾ when Sharina didn't have enough money to pay the fee. ഷെറീനക്ക് ഫീസ് കൊടുക്കാൻ പണം തികയാതെ വന്നപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ സുഹൃത്തിനോട് ചോദിച്ചു. ഇനി എന്താ പറയേണ്ടത്? അവൾ സുഹൃത്തിനോട് ചോദിച്ചു. എങ്ങനെ പറയാ? She asked her friends. She asked her friend. അവൾ അവളുടെ സുഹൃത്തിനോട് ചോദിച്ചു. എന്നിട്ടോ പക്ഷേ അവളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ പകുതി കാശേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ പകുതി കാശേ ഉണ്ടായിരുന്നുള്ളൂ എന്നെങ്ങനെ പറയാം? അതായത് അവൾക്ക് കൊടുക്കാനുള്ള അത്രയ്ക്കും കാശ് അവളുടെ സുഹൃത്തിൻ്റെ കയ്യിലില്ല, പകുതി കാശേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ പക്ഷേ അല്ലേ, ബട്ട് അവളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ പകുതി കാശേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അല്ലേ? അപ്പം എങ്ങനെ പറയും? ബട്ട് ഹെർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കാരണം സുഹൃത്തിൻ്റെ കയ്യിൽ. അപ്പോൾ ഹെർ ഫ്രണ്ട്സ് ഓൺലി ഹാഡ് എന്തുകൊണ്ട് ഓൺലി ഹാഡ്? പകുതി കാശേ എന്ന് പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ഓൺലി ഹാഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബട്ട് ഹെർ ഫ്രണ്ട്സ് ഓൺലി ഹാഡ് ഹാഫ് ഓഫ് ദ മണി അല്ലേ? ഹെർ ഫ്രണ്ട്സ് അവളുടെ ഫ്രണ്ട്സിൻ്റെ ഓൺലി ഹാഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹാഫ് ഓഫ് ദ മണി ഇൻ ഹർ ഹാൻഡ്. അവളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ പകുതി കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ പകുതി കാശേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഓൺലി എന്ന് നമ്മൾ
യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി പറയുന്നത് ആ സമയത്താണ് അവളുടെ സഹോദരി അവളെ വിളിച്ചത്. ആ സമയത്താണ്, അല്ലെങ്കിൽ അപ്പോൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ പഠിച്ചു ദെൻ എന്ന് യൂസ് ചെയ്തുകൊണ്ട് പറയാം അല്ലേ. അപ്പോഴാണ് അല്ലെങ്കിൽ അപ്പോൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ സംസാരത്തിൽ. എന്നാൽ ഇവിടെ പറയുന്നത് ആ സമയത്ത് ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫീസ് എടുക്കാൻ ക്യാഷ് തികയാതെയായപ്പോൾ. ആ സമയത്താണ് ആര് വിളിച്ചത്? അവളുടെ സഹോദരി അവളെ വിളിച്ചത് എന്നെങ്ങനെ പറയാം? അറ്റ് ദാറ്റ് ടൈം, ആ സമയത്താണ് ഹർ സിസ്റ്റർ കോൾഡ് ഹർ, അവളുടെ സിസ്റ്റർ അവളെ വിളിച്ചത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അവൾ സഹോദരിയോട് കാശ് ചോദിച്ചപ്പോൾ ശരി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എന്നവൾ പറഞ്ഞു അല്ലെ. ഇത് നെക്സ്റ്റ് സെന്റൻസ് ആണ് പറയുന്നത്. അതായത് ആ സമയത്താണ് അവൾ സഹോദരി അവളെ വിളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം അവൾ സഹോദരിയോട് കാശ് ചോദിച്ചപ്പോൾ നെക്സ്റ്റ് സെന്റൻസ് ആണല്ലോ, അവിടെ നമുക്കൊരു കൺജക്ഷൻ വേണം. ആൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് പറയണം അല്ലേ. ആൻഡ് വെൻ ഷീ ആസ്ക്ഡ് ഹർ, ആൻഡ് വെൻ ഷീ ആസ്ക്ഡ് ഹർ സിസ്റ്റർ, അവൾ അവളുടെ സഹോദരിയോട് ചോദിച്ചപ്പോൾ എന്ത്? ഫോർ ദ മണി അല്ലേ, സിസ്റ്റർ ഫോർ ദ മണി, പണം ചോദിച്ചപ്പോൾ. അപ്പോൾ അവൾ പറഞ്ഞു ഷീ സെഡ്, അവൾ പറഞ്ഞു ഓക്കെ ഐ ക്യാൻ ഗൂഗിൾ പേ, ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പിടികിട്ടിയോ സെന്റൻസ്? അപ്പോൾ ഷെറീനക്ക് ഫീസ് കൊടുക്കാൻ പണം തികയാതെ വന്നപ്പോൾ അവൾ സുഹൃത്തിനോട് ചോദിച്ചു. പക്ഷേ സുഹൃത്തിന്റെ കയ്യിൽ പകുതി ക്യാഷേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് അവളുടെ സഹോദരി അവൾ വിളിച്ചത്. അവൾ സഹോദരിയോട് കാശ് ചോദിച്ചപ്പോൾ ശരി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എന്ന് പറഞ്ഞു. സിമ്പിളായ ഒരു സെന്റൻസ് ആണ്. അപ്പം നമുക്കത് ഇംഗ്ലീഷിൽ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ സെന്റൻസ്, ഷെറീനക്ക് ഫീസ് കൊടുക്കാൻ പണം തികയാതെ വന്നപ്പോൾ അവൾ അവളുടെ സുഹൃത്തിനോട് ചോദിച്ചു. ഇത് നമുക്ക് പറയുന്നത് when ഷെറീന പാസ്റ്റ് ആയതുകൊണ്ട് didn't have അല്ലേ. പണം തികയാതെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നാണ്. അപ്പം didn't have enough അല്ലേ. തികയാതെ വന്നപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് enough എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. when ഷെറീന didn't have enough, എന്താണ് enough money, പണം തികയാതെ വന്നപ്പോൾ enough money എന്തിനു വേണ്ടിയിട്ട്? to pay the fee, to pay the fee അല്ലേ. ഫീസ് അടയ്ക്കാൻ പണം തികയാതെ വന്നപ്പോൾ ഷെറീന ആരോടാ ചോദിച്ചത്? അവളുടെ സുഹൃത്തിനോട് ചോദിച്ചു. അപ്പം she asked her friend, അവളുടെ സുഹൃത്തിനോട് ചോദിച്ചു. എന്നിട്ടോ അവളുടെ സുഹൃത്തിന്റെ കയ്യിൽ പകുതി കാശേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ സുഹൃത്തിന്റെ കയ്യിൽ പകുതി കാശേ ഉണ്ടായിരുന്നുള്ളൂ എന്നെങ്ങനെ പറയാ? പക്ഷേ എന്നുണ്ട് അല്ലെ. ബട്ട് ഹർ, അവളുടെ ഫ്രണ്ട്സ്, ഇവിടെ ഇങ്ങനത്തെ ഫ്രണ്ട്സ് ആണ്. പോസ്റ്റ് ഓഫീസ് എസിട്ടിട്ട് വേണം ഫ്രണ്ട്സ് എന്ന് പറയാം. കാരണം ഹർ ഫ്രണ്ട്സ്, അവളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ അല്ലേ പകുതി കാശേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഹാഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഫ്രണ്ട്സ് ഓൺലി ഹാഡ് എന്ന് പറയണം. എന്തുകൊണ്ടാണ്? അത്ര കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ട്സ് ഓൺലി ഹാഡ്. ഇനിയോ ഹാഫ്, പകുതി അല്ലേ. അപ്പോൾ ഹാഫ് ഓഫ് ദ മണി, പകുതി കാശേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ? അവളുടെ കയ്യിൽ. ഇൻ ഹർ ഹാൻഡ്. അപ്പം അവളുടെ സുഹൃത്തിന്റെ കയ്യിൽ പകുതി കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ പകുതി കാശേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് അവളുടെ സഹോദരി അവളെ വിളിച്ചത്. ആ സമയത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അറ്റ് ദാറ്റ് ടൈം എന്നാണ്. അപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സംസാരത്തിനിടയിൽ ദെൻ എന്ന് യൂസ് ചെയ്തുകൊണ്ട് പറയാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്താണ് അവളുടെ സഹോദരി അവളെ വിളിച്ചത് എന്നെങ്ങനെ പറയാം? അറ്റ് ദാറ്റ് ടൈം. ആ സമയത്താണ്, അല്ലെങ്കിൽ ആ സമയത്ത്
അവളുടെ സഹോദരി. അപ്പം അറ്റ് ദാറ്റ് ടൈം ഹർ സിസ്റ്റർ കോൾഡ് ഹർ. ഹർ സിസ്റ്റർ കോൾഡ് ഹർ അല്ലേ? അറ്റ് ദാറ്റ് ടൈം ഹർ സിസ്റ്റർ കോൾഡ് ഹർ. ആ സമയത്താണ് അവളുടെ സഹോദരി അവളെ വിളിച്ചത്. ഇനി എന്താ നെക്സ്റ്റ് സെന്റൻസ്? അവൾ സഹോദരിയോട് കാശ് ചോദിച്ചപ്പോൾ ഞാൻ ഗൂഗിൾ പേ ചെയ്യാമെന്ന് സഹോദരി പറഞ്ഞു അല്ലേ? അതെങ്ങനെയാ പറയാ? നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇത് എങ്കിൽ ഞാനിതിങ്ങനെ എനിക്കിതിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ മായ്ച്ച് കളയാണ്. അപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി സെൻറ്റൻസ്. ഓക്കെ, ലെങ്ത് ഉള്ള സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയല്ലേ എഴുതി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെയും നിങ്ങൾ കാണാം. ഇത് പക്ഷേ കാണുന്നതിലുപരി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ പുറത്തൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് ആണ് പറയുന്നത് അല്ലേ? അവൾ അവളുടെ സഹോദരിയോട് കാശ് ചോദിച്ചപ്പോൾ അവൾ ഞാൻ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ? ഒരു കൺജക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് വേണം നെക്സ്റ്റ് സെൻറ്റൻസ് തുടങ്ങാനായിട്ട്. ആൻഡ് അവൾ അവളുടെ സഹോദരിയോട് കാശ് ചോദിച്ചപ്പോൾ. ആൻഡ് വെൻ ഷീ ആസ്ക്ഡ് ഹെർ സിസ്റ്റർ ഫോർ ദ മണി. ആൻഡ് വെൻ ഷീ ആസ്ക്ഡ് അവൾ ചോദിച്ചപ്പോൾ. ഹർ സിസ്റ്റർ അവളുടെ സഹോദരിയോട് എന്ത്? ഫോർ ദ മണി. ക്യാഷ് ചോദിച്ചപ്പോൾ സിസ്റ്റർ എന്താ പറഞ്ഞേ? ഷീ സെഡ് അവൾ പറഞ്ഞു. ആര്? സിസ്റ്റർ പറഞ്ഞു അല്ലേ? ഷീ സെഡ് എന്താ പറഞ്ഞേ? ഐ ക്യാൻ ഗൂഗിൾ പേ. ഷീ സെഡ് ഐ ക്യാൻ ഗൂഗിൾ പേ. ഗൂഗിൾ പേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെൻറ്റൻസ്. ഞാൻ ഗൂഗിൾ പേ ചെയ്യാമെന്ന് അവളുടെ സഹോദരി പറഞ്ഞു. അപ്പോൾ എന്താണ് നമ്മുടെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, ഷെറീനക്ക് ഫീസ് അടയ്ക്കാൻ ക്യാഷ് തികയാതെ വന്നപ്പോൾ അവൾ അവളുടെ ഫ്രണ്ടിനോട് ചോദിച്ചു. ഫ്രണ്ടിൻ്റെ കയ്യിൽ പകുതി ക്യാഷേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ ആ സമയത്ത് അവളുടെ സഹോദരി വിളിച്ചപ്പോൾ സഹോദരിയോട് ചോദിച്ചു. ആ സഹോദരി എന്താ പറഞ്ഞേ? ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എന്ന് പറഞ്ഞു. സിമ്പിളാണ് നമ്മൾ പറയുമ്പോൾ, പക്ഷെ അത് ഇംഗ്ലീഷിലോട്ടാക്കുമ്പം കുറച്ചൊക്കെ സാധനങ്ങൾ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ when Sharina didn't have enough money to pay the fee, she asked her friend. അവൾ അവളുടെ സുഹൃത്തിനോട് ചോദിച്ചു. പക്ഷേ her friends, അതായത് but her friends, അവളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ പകുതി കാശേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അപ്പം but her friends only had half of the money in her hand. അവളുടെ കയ്യിൽ പകുതി കാശേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ അവളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ എങ്ങനെ പറയാ? ആ സമയത്താണ് അറ്റ് ദാറ്റ് ടൈം her sister called her. ആ സമയത്താണ് അവളുടെ സിസ്റ്റർ അവളെ വിളിച്ചത്. നെക്സ്റ്റ് സെന്റൻസ് ആണല്ലേ? and she asked her sister for the money. അവൾ അവളുടെ സിസ്റ്ററിനോട് പണം ചോദിച്ചപ്പോൾ എന്താണ്? she said അവൾ പറഞ്ഞു. എന്താ പറഞ്ഞേ? I can Google Pay. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഈ സെൻറ്റൻസിൻ്റെ അഭിപ്രായം മസ്റ്റ് ആയിട്ട് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല സെൻറ്റൻസുകളായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.